അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി ഹൈദരാബാദി ബിരിയാണിയാണ്. അപ്പോൾ വളച്ചു നീട്ടലില്ലാണ്ട് നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാം. ഒരു 5 ഉള്ളി എടുത്തിട്ട് ഇതേപോലെ സ്ലൈസായി കട്ട് ചെയ്യാം. അടുത്തതായി 30 ഗ്രാം വീതം മല്ലിച്ചപ്പും പുതിനയും കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി, അതിന്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയത്. ഇനി ഒരു പാനിലേക്ക് ഉള്ളി മുങ്ങാൻ തക്കത്താനുള്ള ഓയിൽ ഒഴിച്ചിട്ട്, അതായത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി മുഴുവനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ കളറ് ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം. അപ്പം നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റായി. അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിലേക്ക് 1 kg ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നമ്മളെ മല്ലിച്ചപ്പും പുതിനെ അതിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് ദം ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്, അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഹാഫ് പോർഷൻ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് പുളിയില്ലാത്ത യോഗട്ട് ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച നമ്മളെ ഉള്ളിയില്ലേ, അതിൽ നിന്നൊരു 3/4 ഭാഗം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിനാവശ്യമായ മസാലപ്പൊടികൾ ആഡ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾ, പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ 1 ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കളർ കൂട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളകും, അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യും, പിന്നെ 2-3 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു ചെറിയ നാരങ്ങയാണെങ്കിൽ അത് മുഴുവനായിട്ട് ഇതിൽ പിഴിഞ്ഞു കൊടുക്കുക. വലുതാണെങ്കിൽ അതിൻ്റെ ഹാഫ് പോർഷൻ ആയാലും മതി. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഹൈദരാബാദി ബിരിയാണീൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് നമ്മൾ പൊരിച്ച ഉള്ളി. ആ പൊരിച്ച ഉള്ളീൻ്റെ ഫ്ലേവർ നമ്മൾ ചിക്കനിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടും. അതേ രീതിയിൽ തന്നെ നമ്മൾ ഈ മിക്സിംഗ് ആണ്, നമ്മൾ ഈ കൈയിൻ്റെ കൈപ്പുണ്യം എന്നൊക്കെ പറയൂലേ, അതേപോലെ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മിക്സിങ് കഴിഞ്ഞാൽ ഇതൊരു 1/2 മണിക്കൂറേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ടൈമിൽ നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വെച്ച പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് വരുന്നേരം 1 ടീസ്പൂൺ നെയ്യ്, 1/2 മണിക്കൂറോളം നമ്മൾ സോക്ക് ചെയ്ത് വെച്ച നമ്മളെ ബസ്മതി റൈസ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി ഊറ്റി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 30 മിനിറ്റ്സിന് ശേഷം നമ്മളെ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 60% മാത്രമേ നമ്മൾ റൈസ് വേവാൻ പാടുള്ളൂ. ബാക്കി നമ്മളൊരു 30 മിനിറ്റ് നമ്മൾ ദം ചെയ്യാൻ എടുക്കുന്നത് കൊണ്ട് തന്നെ റൈസ് ബാക്കി അതിൽ കിടന്ന് വെന്തോളും. അപ്പോൾ നമ്മൾ 60% വെന്ത് കഴിഞ്ഞാൽ മുഴുവനായിട്ട് കോരി മാറ്റാം. ഇനി നമുക്ക് നമ്മളെ ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഇതേപോലെ മൂടി ഒന്ന് തുറന്ന് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ ചിക്കനിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് വീണ്ടും ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം.
ഓരോ 10 മിനിറ്റിന് ശേഷം ഇതേപോലെ ചെയ്തു കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ, ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മൾ ചിക്കൻ്റെ അകത്ത് നിന്ന് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റ്സിന് ശേഷം നമ്മൾ ചിക്കൻ ഒരു 50% വെന്തിട്ടിട്ടുണ്ട്. ബാക്കി നമുക്ക് ദം ചെയ്യുമ്പോൾ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് വെച്ച റൈസ് ഇതിൻ്റെ മേലെ കൂക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ലെയറായിട്ടാണ് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മളെ മല്ലിച്ചപ്പ്, പുതിന, ഉള്ളിയൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിലേക്ക് ലെയറായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ല ബട്ടറിൽ പൊരിച്ചെടുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഫുഡ് കളർ ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷനലാണ്, ആവശ്യമുള്ളവർ മാത്രം യൂസ് ചെയ്താൽ മതി. വീണ്ടും അതിൻ്റെ മേലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് സെയിം മെത്തേഡ് തന്നെ, സെയിം പ്രോസസ്സ് തന്നെ ഒന്നുകൂടി ചെയ്തെടുക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് ആവി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റുള്ള ഒരു സാധനം കൂടി വെച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് മൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മളെ ഹൈദരാബാദി ബിരിയാണി നല്ല പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ റൈസൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിയിൽ മുതൽ മേലെ വരെ റൈസ് പൊട്ടിപ്പോവാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക, എന്നിട്ട് സെർവ് ചെയ്യുക. അപ്പം നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ബിരിയാണികളിൽ ഒന്നാണ് നമ്മളെ ഹൈദരാബാദി ബിരിയാണി. അപ്പം നമ്മൾ 18-ാം നൂറ്റാണ്ടിൽ ഷെഫ് നിസാമുൽ മുൽക്കും അസഫ് ജാ ഒന്നാമനും ഒരു വേട്ടയാടൽ പര്യവേഷണത്തിനിടയിലാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയെടുത്തെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ ചിക്കൻ ബിരിയാണീൻ്റെ അത്ര ഹൈദരാബാദി ബിരിയാണി വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഹൈദരാബാദി ബിരിയാണി കഴിച്ചവരും കഴിക്കാത്തവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഫ്രം കോയാസ് റെസിപ്പി.